3 ടേം മുൻപാണ് കെ ശൈലജ ആദ്യമായിട്ട് പേരാവൂരിൽ മത്സരിക്കുന്നത്. അന്ന് സണ്ണി ജോസഫ് DCC പ്രസിഡന്റായിരുന്നു. മത്സരരംഗത്തെത്തിയ സണ്ണി ജോസഫിനെ തോൽപ്പിച്ചുകൊണ്ട് കെ ശൈലജ പേരാവൂരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. അത് കഴിഞ്ഞ് 2015 പിന്നീട് അവർ അവിടെ മത്സരരംഗത്ത് വരുന്നത്. ആ ഘട്ടത്തിൽ പേരാവൂരിൽ നിന്ന് കെ ശൈലജയ്ക്ക് തോൽവി സമ്മതിക്കേണ്ടി വന്നു. പിന്നീടാണ് സണ്ണി ജോസഫ് 2 തവണ അവിടെ നിന്ന് വിജയിച്ച് കയറിയത്. 3-ാം തവണ സണ്ണി ജോസഫ് മത്സരത്തിലെത്തുമ്പോൾ പ്രതിരോധം ഉയർത്താനായിട്ടാണ് CPM ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള കെ ശൈലജയെ പേരാവൂരിൽ രംഗത്തിറക്കിയിരിക്കുന്നത്. ഏതായാലും കടുത്ത മത്സരം, സംസ്ഥാനത്ത് തന്നെ ശ്രദ്ധേയമായ മത്സരമായി പേരാവൂരിലെ മത്സരം മാറുമെന്നുള്ള കാര്യം ഉറപ്പാണ്. നേരത്തെ തന്നെ നമ്മൾ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പേരാവൂരിലേക്ക് ഇത്തവണ കെ ശൈലജയെ CPM പരിഗണിക്കുന്നു എന്നുള്ളത്. ആ ഘട്ടത്തിൽ കെ ശൈലജയ്ക്ക് അനുകൂലമായൊരു നിലപാട് പേരാവൂരിൽ മത്സരിക്കുന്ന കാര്യത്തിനകത്തുണ്ടായിരുന്നില്ല. പാർട്ടി സംസ്ഥാന നേതൃത്വത്തെ അവർ ഇക്കാര്യം അറിയിച്ചിരുന്നു. മട്ടന്നൂരിൽ തന്നെ മത്സരിക്കാൻ സാഹചര്യം ഒരുക്കണമെന്നുള്ളതായിരുന്നു അന്ന് കെ ശൈലജ ആവശ്യമുന്നയിച്ചിരുന്നത്. പക്ഷേ ടേം വ്യവസ്ഥകളൊക്കെ കഴിഞ്ഞ സാഹചര്യത്തിൽ കെ ശൈലജ മത്സരിക്കേണ്ടത് പേരാവൂരിലാണെന്ന് CPM നേതൃത്വം തീരുമാനമെടുക്കുകയായിരുന്നു. അങ്ങനെയാണ് പേരാവൂരിൽ മത്സരിക്കേണ്ട സാഹചര്യത്തിലേക്ക് കെ ശൈലജ എത്തിയിരിക്കുന്നത്. മട്ടന്നൂർ നോക്കിക്കഴിഞ്ഞാൽ സിറ്റിംഗ് സീറ്റാണ്, CPMന്റെ സിറ്റിംഗ് മണ്ഡലമാണ്. അവിടെ അത്രയൊരു ടൈറ്റ് ഫൈറ്റ് ഉണ്ടാകാനിടയില്ല. അപ്പോൾ ഒരു ടൈറ്റ് ഫൈറ്റ് ഉള്ള മണ്ഡലത്തിലേക്ക് കെ ശൈലജയെ ഇറക്കുക എന്നതായിരുന്നു CPMന്റെ തീരുമാനം. അങ്ങനെയാണ് പേരാവൂരിലേക്ക് പരിഗണിച്ചത്. ഇപ്പോൾ പേരാവൂരിൽ കെ ശൈലജ എത്തുമ്പോൾ സണ്ണി ജോസഫിനെ സംബന്ധിച്ച് അത്ര ഈസി ആകുമോ വരുന്ന തെരഞ്ഞെടുപ്പിൽ? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ CPMന്റെ ഇരിട്ടി ഏരിയ സെക്രട്ടറി ആയിട്ടുള്ള സക്കീർ ഹുസൈൻ ആയിരുന്നു പേരാവൂരിൽ സണ്ണി ജോസഫിനെതിരെ സ്ഥാനാർത്ഥിയായിട്ടുണ്ടായിരുന്നത്. കേവലം 3000-ൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണെന്ന് സണ്ണി ജോസഫിനെ സക്കീർ ഹുസൈനെ പരാജയപ്പെടുത്താൻ പറ്റിയത്. ഇത് തന്നെ ഒരു CPMന് ഒരു കോൺഫിഡൻസ് നൽകുന്നതാണ്. ശക്തമായിട്ടുള്ളൊരു സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കി കഴിഞ്ഞാൽ പേരാവൂർ മണ്ഡലം തിരിച്ചുപിടിക്കാമെന്നുള്ളൊരു ആത്മവിശ്വാസത്തിലാണ് CPM ഉള്ളത്. അതുകൊണ്ട് തന്നെ കേന്ദ്ര കമ്മിറ്റി അംഗം, അതുപോലെ തന്നെ നേരത്തെ ആരോഗ്യവകുപ്പ് മന്ത്രിയെ തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിച്ച് വലിയ തരത്തിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുള്ള കെ ശൈലജയെ പേരാവൂരിൽ ഇറക്കി കഴിഞ്ഞാൽ പേരാവൂർ മണ്ഡലം തിരിച്ചുപിടിക്കാമെന്നുള്ളൊരു പ്രതീക്ഷയാണ് CPMനുള്ളത്. അത്തരത്തിലാണ് ഇത്തവണ ശൈലജയെ പേരാവൂരിൽ മത്സരിപ്പിക്കാനുള്ളൊരു നീക്കത്തിലേക്ക് CPM നീങ്ങിയത് എന്നുള്ളതാണ് ലഭ്യമായിരിക്കുന്ന നമുക്ക് ഉള്ള ഒരു സൂചന. ഏതായാലും പേരാവൂർ മണ്ഡലത്തിൽ ഇത്തവണ ശക്തമായ മത്സരം തന്നെ നടക്കും. കഴിഞ്ഞ തവണ 3000-ൽ പരം വോട്ടിന് മാത്രം വിജയിച്ച സണ്ണി ജോസഫിനെ ഇത്തവണ കടുത്ത പോരാട്ടം തന്നെ കെ ശൈലജയിൽ നിന്ന് പേരാവൂരിൽ നേരിടേണ്ടി വരുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ദിവ്യ, ശരി. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും മട്ടന്നൂരിൽ തന്നെ മത്സരിക്കണം എന്നതായിരുന്നു കെ ശൈലജയ്ക്ക് താല്പര്യമുണ്ടായിരുന്നത്. അതിപ്പോൾ പാർട്ടി നിർദ്ദേശപ്രകാരമല്ലേ പേരാവൂരിൽ മത്സരിക്കാമെന്ന് കെ ശൈലജ തന്നെ സമ്മതിച്ചത്? തീർച്ചയായും നമ്മളിത് 1 മാസം മുൻപ് കെ ശൈലജ പേരാവൂരിലേക്ക് മാറുന്നു എന്നുള്ള സൂചന നൽകിക്കൊണ്ടുള്ള വാർത്ത നൽകിയിരുന്നു. അന്ന് കെ ശൈലജയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറഞ്ഞിരുന്നത് അതിനകത്ത് കെ ശൈലജയ്ക്ക് പേരാവൂരിൽ മത്സരിക്കുന്നതിന് തീരെ താല്പര്യമില്ല. ഇത്ര ഒരു കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു മണ്ഡലത്തിൽ നിന്ന്, മട്ടന്നൂർ പോലുള്ള കോൺഫിഡന്റ് ആയിട്ടുള്ള സ്വന്തം നാട് ഉൾപ്പെടുന്ന മട്ടന്നൂരിൽ നിന്ന് മാറി പേരാവൂരിൽ മത്സരിക്കുന്നതിന് അവർക്ക് താല്പര്യമില്ല എന്നുള്ളത് സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിരുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിരുന്നത്. പക്ഷേ പാർട്ടി സംസ്ഥാന നേതൃത്വം എടുത്തൊരു നിലപാട് എന്താണെന്ന് കരുതിയാൽ ടേം വ്യവസ്ഥകൾ പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്ന കെ ശൈലജ ഇനി മട്ടന്നൂരിൽ മത്സരിക്കേണ്ടതില്ല, മട്ടന്നൂരിൽ ഒരു പുതുമുഖത്തെ ഇറക്കണമെന്നുള്ളത് തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജിനെ മട്ടന്നൂരിൽ മത്സരിക്കുന്നതിന് പാർട്ടി നിർദ്ദേശിച്ചു. ഒപ്പം തന്നെ കെ ശൈലജ പേരാവൂരിലേക്ക് മാറണം, പേരാവൂർ ഇത്തവണ തിരിച്ചുപിടിക്കണം എന്നുള്ളൊരു നിലപാടിന്റെ ഭാഗമായിട്ട് കെ ശൈലജയെ പേരാവൂരിലേക്ക് മാറ്റുന്നു എന്നുള്ളതാണ് സംസ്ഥാന നേതൃത്വം അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ സംസ്ഥാന സമിതി യോഗത്തിലടക്കം ഇക്കാര്യം ചർച്ച ചെയ്തിരുന്നു. ഇക്കാര്യത്തിൽ കെ ശൈലജയോട് പാർട്ടി നേതൃത്വം കടുത്ത നിർദ്ദേശം തന്നെ ഈ വിഷയത്തിൽ നൽകുകയും ചെയ്തിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ശൈലജ ഇപ്പോൾ പേരാവൂരിൽ മത്സരിക്കാനുള്ള തീരുമാനം ജില്ലാ സെക്രട്ടേറിയറ്റ് കൂടി കൈക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഈ തീരുമാനം വരുന്ന സംസ്ഥാന സമിതി യോഗം ചർച്ച ചെയ്ത് അതിനുശേഷം സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപനത്തിലേക്ക് കടക്കുമെന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്.